അക്കാലത്ത് ആലുവ സ്റ്റേഷനിൽ പുതുതായി ചാർജെടുത്ത ഒരു എസ്.ഐ ഉണ്ടായിരുന്നു. കള്ളൻകോയയുടെ കഥകളൊക്കെ കേട്ട് മൂപ്പർക്ക് വലിയ പുച്ഛമായിരുന്നു. ഒരു ദിവസം അങ്ങാടിയിൽ വെച്ച് നാട്ടുകാർ കോയക്കയുടെ ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് കേട്ട എസ്.ഐ ഉറക്കെ വെല്ലുവിളിച്ചു. ഈ കോയ അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്നെ ഒന്ന് പറ്റിക്കാൻ അവനെ ഞാൻ വെല്ലുവിളിക്കുന്നു. എന്റെ കയ്യിന്നും ഒരു സാധനം പോലും പോയിട്ട് ഒരു പോറലുപോലും ഏൽപ്പിക്കാൻ ആ കോയയ്ക്ക് കഴിയില്ല. അവൻ പുലിയാണെങ്കിൽ ഞാൻ അതിലും വലിയ പുപ്പുലിയാണ്. ഈ വെല്ലുവിളി കോയക്കയുടെ ചെവിയിലുമെത്തി. വെല്ലുവിളിച്ചത് പോലീസുകാരനാണെങ്കിലും മറുപടി കൊടുക്കാൻ തന്നെ കോയക്ക തീരുമാനിച്ചു. അടുത്ത ദിവസം രാത്രി കനത്ത ഇരുട്ടിൽ എസ്.ഐ സ്റ്റേഷനിലെ തന്റെ ഔദ്യോഗിക മുറിയിലിരുന്ന് ഫയലുകൾ നോക്കുകയായിരുന്നു. പെട്ടെന്ന് ജനലിനപ്പുറം ഒരു നിഴല് കണ്ട എസ്.ഐ. "ആരാടാ അവിടെ?" എന്ന് ചോദിച്ച് ടോർച്ചുമെടുത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്ത് ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തിറങ്ങി നോക്കാമെന്ന് കരുതി വാതിൽ തള്ളിയപ്പോൾ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ശക്തമായി പൂട്ടപ്പെട്ടിരിക്കുന്നു. സാധാരണ പൂട്ടല്ല, കോയക്ക എവിടെനിന്നോ സംഘടിപ്പിച്ച അതീവ ശക്തമായ ഒരു വലിയ ഇരുമ്പ് പൂട്ടാണ് വാതിലിട്ടിരിക്കുന്നത്. താൻ വെല്ലുവിളിച്ച കോയ തന്നെ ഇട്ട പൂട്ടാണിതെന്ന് എസ്.ഐക്ക് മനസ്സിലായി. മൂപ്പർ ജനലിലൂടെ നോക്കി ദേഷ്യം കൊണ്ട് വിളിച്ചുകൂവി. "കോയ, നീ എന്നെ വെല്ലുവിളിച്ചിട്ടൊളിച്ചിരിക്കുകയാണോ? ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിൽ വാടാ." പെട്ടെന്ന് ജനലിന്റെ തൊട്ടടുത്തുള്ള ഇരുട്ടിൽ നിന്നും കോയക്കയുടെ ശബ്ദം കേട്ടു. "ഞാൻ ഇവിടെത്തന്നെയുണ്ട് ഏമാനെ. എന്നെ പിടിക്കാൻ വലിയ കായബലമൊന്നും വേണ്ട, ഈ പൂട്ടൊന്ന് തുറന്നാൽ മതി." അതും പറഞ്ഞ് കോയക്ക ഇരുട്ടിലേക്ക് നടന്നുപോയി. എസ്.ഐ സ്റ്റേഷനിലെ ബാക്കി പോലീസുകാരെ വിളിച്ചുകൂട്ടി വാതിൽ പൊളിക്കാൻ നോക്കിയെങ്കിലും ആ ശക്തമായ പൂട്ട് തകർക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ നേരം വെളുത്ത ശേഷം ഒരു കൊല്ലനെ വിളിച്ചുകൊണ്ടുവന്ന് വൻ കഷ്ടപ്പാടിലാണ് ആ പൂട്ട് മുറിച്ചുമാറ്റിയത്.